അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളുള്ളത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് ഈ മാസമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് സംഭവിച്ച മാസവുമാണ് റബീഉൽ അവ്വൽ മാസം. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അള്ളാഹുവിൻ്റെ റസൂലിനെ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുസുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും ശ്രമിക്കേണ്ട സുന്ദരമായൊരു മാസത്തിലാണ് നാം ഉള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്ത് നമ്മളെ അടിവരയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്തുകളെ മുറുകെ പിടിക്കണമെങ്കിൽ, ആ റസൂലിൻ്റെ സുന്നത്തനുസരിച്ച് ജീവിക്കണമെങ്കിൽ നാം അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. നമ്മുടെ ഹൃദയത്തിൽ ആ റസൂലിനോടുള്ള സ്നേഹം ഉണ്ടാകണം. ഉണ്ടായാലേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ള പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു 8 കാര്യങ്ങൾ എണ്ണി ചോദിച്ചിട്ട്, ഈ 8 കാര്യങ്ങളാണ് നിങ്ങൾക്ക് 3 കാര്യങ്ങളെക്കാൾ ഇഷ്ടമെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് തൗബയിലൂടെ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, ഖുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഇൻകാന ആബാഉക്കും നിങ്ങളുടെ മാതാപിതാക്കളായാൽ, വ അബ്നാഉക്കും നിങ്ങളുടെ മക്കളായാൽ, വ ഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങളായാൽ, വ അസ്വാജുക്കും നിങ്ങളുടെ ഇണകളായാൽ, വ അഷീറത്തുക്കും നിങ്ങളുടെ കുടുംബങ്ങളായാൽ, വ അംവാലിൻ ഇഖ്തറഫ്തുമൂഹ നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളായാൽ, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ നിങ്ങൾ നഷ്ടം വരുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങൾ, നിങ്ങളുടെ ജോലികൾ, നിങ്ങളുടെ വരുമാന മാർഗങ്ങളായാൽ, വ മസാക്കിന തർലൗനഹ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുന്ദരമായ ഭവനങ്ങളായാൽ, അഹബ്ബ ഇലൈക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായാൽ, ഇഷ്ടപ്പെടാൻ പാടില്ല എന്നല്ല പറഞ്ഞത്, അതിനെയൊക്കെ ഇഷ്ടപ്പെട്ടോ, പക്ഷെ അതിനേക്കാളും അഹബ്ബ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതായാൽ, മിനല്ലാഹി അള്ളാഹുവിനേക്കാൾ, വറസൂലിഹി അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ, വ ജിഹാദിൻ ഫി സബീലി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാൾ, അള്ളാഹുവിനേക്കാൾ, അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാൾ, ഈ 3 കാര്യത്തെക്കാൾ മേൽപ്പറഞ്ഞ 8 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബി അംരി നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതിനെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക, പ്രതീക്ഷിച്ചു കൊള്ളുക. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ ഫാസിഖീങ്ങളായ കപട വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കില്ല, നല്ല വഴി കാണിച്ചു കൊടുക്കില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും അള്ളാഹുവിൻ്റെ ദീനിനോടുമുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാലേ ആ ദീനനുസരിച്ച് ജീവിക്കാൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുസുന്നത്തുകളെ മുറുകെ പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഇഷ്ടം, ആ ഹബീബിനോടുള്ള ഇഷ്ടമായിരിക്കണം മറ്റെല്ലാത്തിനേക്കാളും, നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ കുടുംബത്തെക്കാൾ, മക്കളെക്കാൾ, എല്ലാത്തിനേക്കാളും. സഹാബാക്കളുടെ ചരിത്രം അതാ പഠിപ്പിക്കുന്നത്. സഹാബാക്കൾ അവരെ സ്നേഹിച്ചത് അങ്ങനെയാണ്. സ്വന്തം അവർ ഇടയ്ക്ക് പറയാറുള്ളത് അങ്ങനെ, ഫിദാക്ക അബി വ ഉമ്മി, എൻ്റെ ഉമ്മയും വാപ്പയും അങ്ങക്ക് സമർപ്പണം, അത് കഴിഞ്ഞിട്ടേ എൻ്റെ മാതാപിതാക്കളൊക്കെ അങ്ങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന അർത്ഥം വരുന്ന നിലയ്ക്കാണ് അവർ സംസാരിച്ചിരുന്നത്. നബിതങ്ങളെ സ്നേഹിച്ച ചരിത്രം ഹദീസുകളും സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ നിങ്ങളിൽ ആരും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല, ഞാൻ അവർക്ക് ഏറ്റവും കൂടുതൽ, അവരുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, കുടുംബത്തെക്കാൾ ഞാൻ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവനാകുന്നതുവരെ നിങ്ങളിൽ ആരും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ഹബീബിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ആ ഹബീബിൻ്റെ സുന്നത്തുകളെ മുറുകെ പിടിക്കുന്ന,
അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ വീട്ടിൽ നടപ്പിൽ വരുത്തുന്ന യഥാർത്ഥ ഒരു മുഅ്മിനായി നമുക്ക് മാറണം. അതിന് ഈ റബീഉൽ അവ്വൽ മാസം നമുക്ക് ഉപകാരപ്പെടട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.